നമസ്കാരം. രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തെക്കാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് പ്രാധാന്യം നൽകുന്നത് കേവലം തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ മാത്രമല്ല കേട്ടോ. BJP പ്രവർത്തകരെ CPM വേട്ടയാടുന്നത് അവസാനിപ്പിക്കുമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാർട്ടി ഗ്രാമങ്ങളിലടക്കം BJP RSS പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും ഭയമില്ലാതെ ജീവിക്കുവാനും കഴിയണം. പിണറായിയും മകളും അടക്കം നേരിടുന്ന കേസുകളോട് സന്ധി ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലെങ്കിൽ പിണറായിയുടെ മകൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. സതീശനും സുധാകരനും അടക്കം മുട്ടിടിച്ചേനെ. കാരണം അവർക്ക് പിണറായിയെ ഭയമാണ്. അതുകൊണ്ടാണ് പിണറായിക്കോ മകൾക്കോ എതിരായിട്ടുള്ള കേസുകളുടെ കാര്യം തുറന്നടിച്ചുകൊണ്ടവർ പ്രചരണം നടത്താത്തത്. അവർ സർക്കാരിനെതിരായിട്ടുള്ള വികാരം മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കം ഭരിക്കുമ്പോഴാണല്ലോ TP ചന്ദ്രശേഖരനെ ഈ CPM വെട്ടി നുറുക്കി കൊന്നു കളഞ്ഞത്. എന്നിട്ട് ഗൂഢാലോചനയെക്കുറിച്ച് വേഗത്തിൽ അന്വേഷിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നത് അതെന്തുകൊണ്ടാണ്? ഭയമല്ലാതെ മറ്റൊന്നുമല്ല. ആ ഭയം സംസ്ഥാനത്തെ BJP നേതാക്കൾക്കില്ല. K. സുരേന്ദ്രനെതിരെ കൊടകര കേസും തിരഞ്ഞെടുപ്പ് കേസും രജിസ്റ്റർ ചെയ്തതല്ലാതെ ഊർജിതമായൊരു അന്വേഷണമോ മറ്റു നടപടികളോ എടുക്കുവാൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞോ? പിണറായിയുടെ മുട്ടിടിക്കുന്നുണ്ടപ്പോൾ. BJP നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടാൽ പണി പാഴ്സലായി കിട്ടുമെന്ന് പിണറായി വിജയന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് പിണറായിയുടെ പിപ്പിടി നേതാക്കളോട് ഒരിക്കലും കാണിക്കില്ല എന്നുള്ളതാണ്. പകരം പ്രവർത്തകരെ പലവിധത്തിലും ഉപദ്രവിക്കുവാനും സമ്മർദ്ദത്തിലാക്കാനും CPM എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് BJP പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കാനായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സംഭവത്തിന് 2 ആഴ്ച മുമ്പ് പ്രദേശത്തെ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് CPM പ്രവർത്തകർ BJPക്കാരെ മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇരു കൂട്ടരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും BJPക്കാരനെതിരെ മാത്രമാണ് അന്ന് കാപ്പ ചുമത്തിയത്. ഇത്തരത്തിൽ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനാണ് CPM നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ പോലീസിനെ ആയുധമാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം കെടുത്താനായി എത്ര തരം താഴാനും ഇടത് നേതാക്കൾക്ക് മടിയില്ല. മനുഷ്യത്വവും സൗഹൃദവും എല്ലാം കാറ്റിൽ പറത്തിയാണ് ഇവരുടെ വൃത്തികെട്ട പ്രചാരണം എന്ന് പറയപ്പെടുന്നത്. സുരേഷ് ഗോപി അനുജനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ KB ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന ആൾ. സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റായിട്ടുള്ള പല സിനിമകളിലും ഈ ഗണേഷ് കുമാർ കൂടെയുണ്ട് അഭിനയിക്കാൻ. വർഷങ്ങളോളമായി അടുത്തറിയാവുന്നവർ. ഗണേഷിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എന്തെല്ലാം മോശം സംഭവങ്ങൾ ഉണ്ടായി എന്ന് ആലോചിച്ച് നോക്കി. രാഷ്ട്രീയത്തിലിറങ്ങും മുൻപും അതിനുശേഷവും ഗണേശിനെ വ്യക്തിഹത്യ നടത്തുന്ന യാതൊരു സമീപനവും ഈ സുരേഷ് ഗോപി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനി സ്വീകരിക്കുകയുമില്ല. അതാണ് മനുഷ്യത്വം. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ വനിതാ സുഹൃത്തിൻ്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിൽ കയറിയാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സമയം അറിയാത്തവരാരുമില്ല. ഗണേശിൻ്റെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങാടിപ്പാട്ടാണ്. സരിതയുടെ ഒരു കുട്ടിയുടെ പിതാവ് ഗണേഷാണെന്ന് CBI റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഒരാൾക്ക് സുരേഷ് ഗോപിയെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? സുരേഷ് ഗോപി പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിച്ചത് വലിയ അപരാധമാണോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയും ഒക്കെ പെന്തക്കോസ്ത് പാസ്റ്ററുടെ അടുത്ത് പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും പ്രാർത്ഥന കേട്ടുകൊണ്ട് ഗണേഷ് കരയുന്നതും എല്ലാവരും കണ്ടതല്ലേ? സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ വീഡിയോ കാണാം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഗണേഷിന് പെന്തക്കോസ്ത് കൺവെൻഷനിൽ എന്ത് കാര്യമെന്ന് ഏതെങ്കിലും BJPക്കാർ ചോദിച്ചോ? ഇവരോട് ഗണേഷിനോട് ചോദിച്ചോ? പ്രാർത്ഥനയിൽ പങ്കെടുത്തതിനെ ഏതെങ്കിലും BJP നേതാക്കൾ കുറ്റപ്പെടുത്തിയോ? ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരിത്തരം വിഷയങ്ങൾ ഇടപെടാറില്ല എന്നുള്ളതാണ് BJPയുടെ നയം. ആ ഒരു സാമാന്യ മര്യാദ പോലും ഗണേഷ് കുമാർ സുരേഷ് ഗോപിയുടെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്. സുരേഷ് ഗോപിയുടെ ജനപിന്തുണയിൽ അസൂയ പൂണ്ട ഇടത് നേതാക്കൾ അദ്ദേഹത്തെ താറടിച്ചു കാണിക്കുവാനും തരം താഴ്ത്താനും നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണിത്. ഇതിന് തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചടി നൽകേണ്ടതുണ്ട്. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണല്ലോ O. രാജഗോപാൽ നിയമത്തെ വിജയിപ്പിച്ചത്. സുരേഷ് ഗോപി O. രാജഗോപാലിനെ പോലെ കേന്ദ്രമന്ത്രിയായാൽ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലാകെ ഈ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുമെന്ന് ഉറപ്പല്ലേ? അത് ഇടത് നേതാക്കളെ പ്രത്യേകിച്ച് CPMനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് കുടപിടിക്കുന്നവരാണ് ഈ ഗണേശനും മുകേഷും അടക്കമുള്ളവർ. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകാം, അത് സ്വാഭാവികം. എന്നാൽ വ്യക്തിഹത്യ ചെയ്യുവാനുള്ള പരിപാടി അവസാനിപ്പിക്കുന്നതാണ് ഇവർക്കെല്ലാം നല്ലത്, അനുയോജ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രഹരം ഇവരെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതായത് ഇടത് നേതാക്കളിൽ പലരും ചെയ്തു കൂട്ടിയ കൊള്ളയും അഴിമതിയും ഇനിയും പുറത്തു കൊണ്ടുവരുമെന്നാണ് മോദി വ്യക്തമാക്കിയിട്ടുള്ളത്.
മൂന്നാം ഊഴമെന്ന് പറയപ്പെടുന്ന അതിനു കൂടിയുള്ളതായിരിക്കും. പാർട്ടി ഗ്രാമങ്ങളിലടക്കം BJP RSS പ്രവർത്തകർക്ക് സ്വന്തമായി പ്രവർത്തിക്കുവാനും ഭയമില്ലാതെ ജീവിക്കുവാനും കഴിയണം. രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് പ്രാധാന്യം നൽകുന്നത് കേവലം തിരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. BJP പ്രവർത്തകരെ CPM വേട്ടയാടുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയും. CPM പ്രവർത്തകരുടെ BJP ബന്ധമല്ല, CPM പ്രവർത്തകരുടെ BJP നേതാക്കളെ ആക്രമിക്കുന്നത്, BJP അണികളെ ആക്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കുക. സംസ്ഥാനത്ത് അക്രമവാസന പെരുകുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാനുള്ള CPMൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രഹരം നരേന്ദ്രമോദിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് സൂചനയായി പറയുകയാണ്. അതുകൊണ്ട് മൂന്നാം അംഗത്തിനൊരുങ്ങുന്ന നരേന്ദ്രമോദി രാജ്യം ഭരിച്ചു തുടങ്ങുമ്പോൾ കേരളം വിറച്ചു തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിരവധി അഴിമതി കേസുകൾ മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം കുത്തിപ്പൊക്കിയെടുത്ത് ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ എല്ലാം ഇടത്താവളങ്ങളടക്കം അരിച്ചു പറക്കി അഴിക്കുള്ളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കളി വേണ്ട, മാറ്റിവെക്കുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെറ്റക്കളികൾ. പകരം നേരിട്ട് ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ നടത്തി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കൂ.